അങ്ങനെ ഇന്ന് വൈകുന്നേരം നമ്മുടെ തേജുവിന്റെ പഠിത്തമൊക്കെ ഒന്ന് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. അങ്ങനെ എപ്പോഴും ഉള്ളതാട്ടാ, പഠിത്തം കഴിഞ്ഞ അടുത്ത ചോദ്യം TV കാണട്ടെ എന്നാവൂട്ടാ. അപ്പൊ ഇന്ന് കുറച്ച് നേരത്തെ കഴിഞ്ഞുകൊണ്ട് തന്നെ കുറെ നേരം TV കാണാന്നൊക്കെ ഉള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ ഇതാവും വരച്ച ചിത്രങ്ങളും എഴുതി പഠിച്ചതൊന്നും കൂടി എനിക്ക് കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാതും ഇതേ കുട്ടി ബാഗിലാക്കിയിട്ട് അവന്റെ സ്റ്റഡി ടേബിളിന്റെ മുകളിലാട്ട വെക്കുക. അതിനാണ് ഇപ്പൊ സ്റ്റഡി ടേബിൾ ഉപയോഗിക്കുന്നത് പോലും. പിന്നെ ഇതേ ഞാൻ വേഗം മുട്ടക്കറിക്കുള്ള മുട്ട ഇതേ ബോയിൽ ചെയ്യാൻ വെച്ചു കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇതേ തേജു കുക്കുംബർ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിക്കാന്നും പറഞ്ഞിട്ട് എടുത്ത് കടിക്കുന്നുണ്ട്. പിന്നെ ഒരു ആഗ്രഹം കുട്ടിക്ക് ഉപ്പും മുളകും കുത്തി കഴിക്കാട്ടോ. ഈ ഒരു ഒറ്റ കടിയിൽ തന്നെ ആഗ്രഹം പമ്പ കിടന്നിട്ടുണ്ട്. അത്യാവശ്യം എരുണ്ടായിരുന്നു കേട്ടോ. ഇനി കഴിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ നിൽക്കണത്. അപ്പൊ ഞാനിതേ ചപ്പാത്തി മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കണത്. അപ്പൊ അതിലേക്ക് ഇതേ നമ്മുടെ സബോളയും പച്ചമുളകും എല്ലാതും ഇത് അരിഞ്ഞെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇതേ സബോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ ഞാൻ പയറ് നാളത്തേക്ക് ഉള്ളതായിട്ട് അരിഞ്ഞു വെക്കണത്. അപ്പൊ പിന്നെ രാവിലെ എൻ്റെ അടുത്ത് വെക്കല്ല വേണ്ടു. അപ്പൊ ഞാൻ അതെല്ലാം ഒപ്പം അരിഞ്ഞു വെക്കൂട്ടാ. പിന്നെ അതിന്റെ ഇടയിൽ തന്നെ നമ്മുടെ മുട്ടക്കറിയും ഇളക്കി കൊടുക്കണം, മടി പിടിക്കരുതല്ലോ. ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഉപ്പിട്ടിട്ട് ഉള്ളി വാട്ടി വെച്ചെങ്കിൽ വേഗം ആയിരുന്നു. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ പയറരിയിലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ തക്കാളി ഇട്ടിട്ട് നല്ല ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നിട്ടുള്ളത് കഴുകുക കേട്ടോ. അപ്പൊ നമ്മുടെ കറിവേപ്പില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി പൊട്ടിക്കാൻ എനിക്ക് പോകാൻ പേടിയായത് കൊണ്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. അതിന്റെ ഇടയിൽ തേജു അവനെ കൊണ്ട് പറ്റാവുന്ന പണികളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കുമ്പോ അടുക്കളയിൽ നിന്ന് ഓരോ നേടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓടണ് കാണാണ്ടിട്ട് ഞാൻ പേടിച്ചിട്ട് എന്ത് ഈ സാധനം ഓടണം വെച്ചിട്ട് വന്ന് നോക്കിയപ്പോ തേജുണ്ടല്ലോ കിച്ചണിന്ന് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ട് ഇതേ വിൽക്കാൻ കൊണ്ട് വെച്ചേക്ക് കേട്ടാ. സംഭവം നല്ല കളിയിലായിരുന്നു കേട്ടോ. പിന്നെ എന്നെ ചീത്തായിട്ട് ഇവിടെ തന്നെ കൊടുന്ന് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇത് റെഡി ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടിയും ചിക്കൻ മസാലയുടെ പൊടി എല്ലാം ഇട്ടിട്ട് വയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇതേ വെള്ളം ഒഴിച്ചു വിട്ടാ. പിന്നെ നമ്മുടെ തേജുവിന് വിശക്കുണ്ട് പറഞ്ഞപ്പോൾ വേഗം തന്നെ അവനുള്ള 2 ചപ്പാത്തിയൊക്കെ ചുട്ടു കൊടുത്തു. അവനിടയ്ക്ക് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ചപ്പാത്തി കഴിക്കാനായിട്ട് ഇഷ്ടം. അങ്ങനെ അവനുള്ളത് കൊടുത്തതിന് ശേഷം എനിക്ക് കുറച്ച് മഷ്റൂം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നന്നാക്കി വെക്കാൻ പറഞ്ഞു. ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ നമുക്ക് നന്നാക്കാൻ കുറച്ചും കൂടി എളുപ്പമാട്ടാ. അങ്ങനെ അത് നന്നായി ചീന്തി എടുത്തിട്ട് മഞ്ഞപ്പൊടിയും നല്ല ചൂട് വെള്ളത്തിൽ നന്നായി കഴുകി അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായി കഴുകി ഇതേ വെള്ളം വാരാൻ വെച്ചു. പക്ഷെ ഇങ്ങനെ ഇരിക്കണുണ്ടപ്പോൾ എനിക്ക് മഞ്ഞപ്പൊടി കുത്തെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി ഇതേ നന്നായി വാഷ് ചെയ്തെടുത്തു കേട്ടാ. എന്നിട്ട് വെള്ളം മാറുന്നതിന് ശേഷം ഇത് ഒരു ബോക്സിലാക്കി വെച്ചു. ഇനി നാളെ ഇത് എടുത്തിട്ട് നമുക്ക് കറി വെച്ചാൽ മതിയല്ലോ. ഞാനത് വീണ്ടും കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നിന്ന് കഴുകണ നേരത്തായിരുന്നു നമ്മുടെ വിൻഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പാത്രങ്ങൾ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിൻഷേട്ടൻ വന്നിട്ട് ഇതേ എന്തൊക്കെയോ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ തന്നു. അപ്പോൾ ഒന്നിൽ ഇതേ മുട്ട തന്നെയാട്ടോ വാങ്ങിക്കൊടുന്നേക്കണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആയിരുന്നു, പേരക്ക ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കിയത്. അങ്ങനെ ചപ്പാത്തി മുട്ടക്കറി ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനും മിൻഷേട്ടനും കൂടിയിട്ട് ചപ്പാത്തി മുട്ടക്കറി കൂടിയിട്ട് രാത്രിത്തെ ഫുഡ് കുശാലാക്കിയിട്ട് തേജ് പിന്നെ ഫുഡ് കഴിച്ചോണ്ട് തന്നെ കുട്ടി വന്നില്ല കേട്ടോ. മുട്ട മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കിപ്പോൾ ഇങ്ങനെ മുട്ടക്കറി ഉണ്ടല്ലോ ഇങ്ങനെ കട്ടയായിട്ട് വെക്കണതായിട്ട് ഇഷ്ടം. ഒരുപാട് വെള്ളത്തോടക്കനെ വെക്കുന്നത് ഇഷ്ടമില്ല. പിന്നെ ഇതേ ഒരു പേരക്ക മുറിച്ചിട്ട് ഞങ്ങൾ 3 ആളിരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.